സൈബർ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വേസ്റ്റിൽ നിന്നും എങ്ങനെ നല്ലൊരു മോണിറ്റർ റിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഞാൻ രണ്ട് കേടായ മോണിറ്ററാണ്. ഒരെണ്ണം പവർ സപ്ലൈ ഇഷ്യൂ ആണ്, മറ്റൊന്ന് ഡിസ്പ്ലേ പാനൽ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് മോണിറ്റേഴ്സ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഈ ഒരു റിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ഫിക്സാണ്. നിങ്ങൾക്കും ഇത് വീടുകളിൽ ട്രൈ ചെയ്യുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഒരു മോണിറ്റർ റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻട്രോയ്ക്ക് ശേഷം നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഫസ്റ്റ് ഡിസ്മാൻഡിൽ ചെയ്യാൻ പോകുന്ന മോട്ടർ എന്ന് പറയുന്നത് പവർ സപ്ലൈ ഇഷ്യൂ ഉള്ള മോട്ടറാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ഓപ്പൺ ചെയ്ത് ഇതിനകത്തുള്ള കംപ്ലൈൻറ്റ് എന്താണ്, പവർ സപ്ലൈ ഇഷ്യൂ നമുക്ക് പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതാണോ, റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യം നോക്കാൻ പോകുന്നത്. റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വേറെ മറ്റു മോട്ടർ ഓപ്പൺ ചെയ്ത് അതുമായിട്ട് പാർട്സ് സ്വാപ്പ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു മോട്ടർ പ്ലഗ് ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ പവർ കോഡ് പ്ലഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനകത്ത് ഇൻഡിക്കേറ്റർ ലൈറ്റൊന്നും കത്തുന്നില്ല. അതിനർത്ഥം പവർ സപ്ലൈയിൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മോട്ടർ ഡിസ്മാൻഡിൽ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ്. ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോട്ടർ ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മോട്ടർ ഓപ്പൺ ചെയ്യാം. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. മോണിറ്ററിൻ്റെ ടോപ്പ് കവർ ഇളക്കിയതിന് ശേഷം വളരെ സാവധാനം വേണം നമ്മൾ ആ ഡിസ്പ്ലേ ഇളക്കിയെടുക്കാനായിട്ട്. ഡിസ്പ്ലേ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക ഡിസ്പ്ലേയിൽ എവിടേക്കാണ് സ്ക്രൂ വരുന്നത്, എങ്ങനെയാണ് PCB കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം വളരെ സാവധാനം അതിലെ സ്ക്രൂസൊക്കെ റിമൂവ് ചെയ്യുക. മോണിറ്ററും അതിനകത്ത് കേബിളായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മോണിറ്റർ, കേബിള്, പിന്നെ അതിൻ്റെ പാനലും പവർ സപ്ലൈ ആയിട്ടുള്ള കണക്ഷൻസ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഫ്രണ്ടിൽ വരുന്ന കണക്റ്റേഴ്സ്, പവർ ബട്ടൺ, ഇതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. അതിപ്പോൾ മോട്ടർ പല മോഡൽസിനും പല രീതിക്കാണ് അൺസ്ക്രൂ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഓരോ മോഡൽസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു ഗൈഡ് അതിനില്ല. അപ്പോൾ ഓരോ സ്ക്രൂസും സാവധാനം ശ്രദ്ധിച്ച് റിമൂവ് ചെയ്യുക. ഇപ്പോൾ മോട്ടറിൻ്റെ പാനൽ നമുക്ക് ഇതിൻ്റെ പൊട്ടാതെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ കോഫൊക്കെ പോയതായിരിക്കും ചിലത് അതിൻ്റെ PCBയിൽ, നിങ്ങളാ കാണുന്ന PCBയിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ചില കംപ്ലയിൻസൊക്കെ. അപ്പോൾ പൊട്ടാതെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് അതിൻ്റെ കേബിൾസൊക്കെ റിമൂവ് ചെയ്ത് മോട്ടർ സാവധാനം പുറത്തേക്ക് എടുക്കുക.
കവറിനകത്ത് നിന്ന് നമ്മുടെ PCB ഒക്കെ ഒന്ന് പുറത്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് ഒത്തിരി കൊറോഷനൊക്കെ സംഭവിച്ച് ഇതിനകത്ത് ഒരുപാട് കമ്പോണൻസ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പമാണ് വേറൊരു മോട്ടറിൽ നിന്ന് പാർട്സ് സ്വാപ്പ് ചെയ്യുന്നത്. റിപ്പയർ ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ളൊരു ഫിക്സാണത്. അപ്പോൾ ഇതിന് കുറേ ടൈം എടുക്കും. നിങ്ങൾ ഈ ഒരു മോട്ടർ റിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്ലഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കപ്പാസിറ്റർ ഷോർട്ട് ചെയ്ത് അതിൻ്റെ ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടെസ്റ്റർ എപ്പോഴും കയ്യിൽ വെച്ചേക്കാൻ ശ്രദ്ധിക്കുക, ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒത്തിരി ടൈം എടുക്കും ഇത് ഫിക്സ് ചെയ്യാനായിട്ട്, എൻ്റെ പവർ സപ്ലൈ ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ചെറിയൊരു ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല, പാർട്സ് സ്വാപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ പാർട്സ് സ്വാപ്പ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോവാം. അതിനായിട്ട് മറ്റു മോണിറ്ററിനെയും ഡിസ്മാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും ഏകദേശം ഇതുപോലെ തന്നെയാണ് ഡിസ്മാൻഡിൽ ചെയ്യേണ്ട, ചെറിയ വ്യത്യാസമേ കാണത്തുള്ളൂ. പവർ സപ്ലൈയുടെ ഇഷ്യൂ ഉള്ളത് കാരണം നമ്മളിനി ഇതിൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അടുത്ത ഫിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. പാർട്സ് സ്വാപ്പ് ചെയ്യുന്ന പരിപാടിയിലേക്ക് മാറേണ്ടതാണ്. അപ്പോൾ അടുത്ത മോണിറ്റർ എടുത്ത് നമുക്കൊന്ന് പ്ലഗ് ഇൻ ചെയ്ത് പവർ ഓൺ ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് അതിൻ്റെ ഒരു അവസ്ഥയെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇതും ഒരു ഏസർ മോണിറ്റർ തന്നെയാണ്, ഏകദേശം സെയിം ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പവർ ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് വരുന്ന എന്താണെന്നുള്ളത്. ഡിസ്പ്ലേയിൽ എന്താണ് കാണുന്നത്, ഡിസ്പ്ലേ ഇതിൽ പവർ ഓൺ ആവുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. എൻ്റെ ലൈറ്റ് കത്തുന്നുണ്ട്. ഓക്കെ, ഞാൻ കേബിൾ ഒന്നും കൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ലൂസ് കോണ്ടാക്റ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ അതിനകത്ത് പവർ ലൈറ്റ് കത്തുന്നുണ്ട്. അതിനകത്ത് ഡിസ്പ്ലേയിൽ കാണാം, ഡിസ്പ്ലേയിലൊന്നുമില്ല, കുറേ വരകളും കുറികളും മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ നേരത്തെ ഇളക്കിയ മോട്ടറിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു മോട്ടറിനെ ഇനി നമുക്ക് അടുത്ത് ഡിസ്മാൻഡിൽ ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. ഈ ഒരു പാനലാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ആഡ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു മോട്ടറിന് പവർ ഓഫ് ചെയ്യാം, ഡിസ്മാൻഡിൽ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു എന്തെങ്കിലും പാഡ് എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതേപോലെ എന്തെങ്കിലും ഒരു ക്ലോത്തോ എന്തെങ്കിലും വെക്കുന്നതായിരിക്കും, അപ്പോൾ മോട്ടറിൽ സ്ക്രാച്ച് ഒന്നും വീഴത്തില്ല. അപ്പോൾ നമുക്കിനി ഹാൻഡിൽ ചെയ്യാം. ആദ്യം ഇതിൻ്റെ സ്റ്റാൻഡ് റിമൂവ് ചെയ്യാനാണ് പോകുന്നത്. സ്റ്റാൻഡ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത് ഇത് ഫുള്ള് ഊരാൻ ശ്രമിക്കാവുള്ളൂ. ഏത് മോട്ടറിൻ്റെ ആയാലും സ്റ്റാൻഡ് ആദ്യം ഊരുക. സ്റ്റാൻഡിൽ കുറേ സ്ക്രൂസും കാര്യങ്ങളൊക്കെ പല മോഡൽസിനും വരും, ചിലതിന് സ്ക്രൂസൊന്നും വരത്തില്ല, അതിൻ്റെ ബോഡിയായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് ഫ്രെയിം നമുക്ക് ആദ്യം റിമൂവ് ചെയ്യാം. ഫ്രണ്ട് ഫ്രെയിം റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടിച്ച് കയറ്റുന്ന നേരത്ത് പാനൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ആ ഒരു ഫ്രണ്ട് കവർ ഇളക്കാനായിട്ട്. ലാപ്ടോപ്സിനും എല്ലാം ഇതുപോലത്തെ മോണിറ്റേഴ്സാണ് വരുന്നത്. ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ട് ഇളക്കിയാലും നിങ്ങൾക്ക് ഈ ഒരു മോണിറ്റർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മോണിറ്റർ റിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ പാനൽ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെഡായ ലാപ്ടോപ്സും റിപ്പയർ ചെയ്യാം. മോണിറ്റർ കംപ്ലൈൻ്റ് ഉള്ള, ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ഉള്ള ലാപ്ടോപ്സും നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ 30 പിൻ 40 പിൻ അങ്ങനെയാണ് ഡിസ്പ്ലേ വരുന്നത്. ഇത് ലാപ്ടോപ്സിൽ വരുന്ന ഡിസ്പ്ലേ പോലത്തെ സെയിം ഡിസ്പ്ലേ ആണ് ഇതിനകത്തും യൂസ് ചെയ്യുന്നത്.
മാറ്റി വയ്ക്കുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പിന്ന് 30 പിന്നാണോ 40 പിന്നാണോ എന്നുള്ളതാണ്. പിന്ന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ മോട്ടറിനകത്ത് നമുക്ക് അറിയാൻ സാധിക്കില്ല, കണക്റ്റ് ആവില്ല, പാനൽ ഇഷ്യൂ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് 30 പിന്നാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു LVDS കേബിൾ അതിനകത്തുനിന്ന് റിമൂവ് ചെയ്യുക. ആ ഒരു മോട്ടറിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ പാനൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു LVDS കേബിൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലൊരു സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കർ ഇളക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു LVDS കേബിൾ ഇളക്കാവുള്ളൂ. ഒരുമിച്ച് അത് വലിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ പറഞ്ഞ് കയ്യിൽ വരും. അപ്പോൾ ജസ്റ്റ് ശ്രദ്ധിച്ചൊന്ന് അതിനെ റിമൂവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ റിമൂവ് ചെയ്ത മോണിറ്ററിനെ പാനലെടുത്ത് കണക്ട് ചെയ്ത് ഡിസ്പ്ലേ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നേരത്തെ മോണിറ്ററിൻ്റെ നമുക്ക് പവർ സപ്ലൈ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ പാനൽ എന്തായാലും വർക്കിംഗ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ സാധിക്കും. എൻ്റെ പവർ സപ്ലൈ കണക്ട് ചെയ്ത് നോക്കുക. പവർ കണക്ട് ചെയ്യുന്ന നേരത്തെ നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പാനലിന് കംപ്ലൈൻ്റ് ഒന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് തിരിച്ച് റീഫിക്സ് ചെയ്തതിന് ശേഷം പവർ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാ സൈഡും കറക്റ്റായിട്ട് ഇരുന്നോ എന്ന് നോക്കുക. അതിനുശേഷം പവർ കണക്ട് ചെയ്യുക. പവർ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അതിനകത്ത് ഡിസ്പ്ലേ കിട്ടിയിട്ടുണ്ട്, ഓൺ ആവുന്നുണ്ട്, ഏസർ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്, നോ ഡിസ്പ്ലേ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്, നോട്ട് കേബിൾ നോട്ട് കണക്റ്റഡ് എന്നാണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് വർക്കിംഗ് ആണ്. ഈ ഒരു പാനൽ മാറ്റിയപ്പോൾ നമുക്ക് വർക്കിംഗ് ആയി കിട്ടുന്നുണ്ട്. പാനൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമുക്കിനി ഈ ഒരു പാനൽ മൊത്തത്തിൽ ഇത് നമുക്ക് ഒരു മോട്ടറിൻ്റെ ആ ഒരു ബോഡിയിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഫിക്സിങ്ങിന് അതിൻ്റെ കവറും കാര്യങ്ങളെല്ലാം എടുത്ത് നമുക്ക് അതിനകത്ത് തിരിച്ച് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് അതെല്ലാം തിരിച്ച് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതേപോലെ ഇലക്ട്രോണിക്സും ഹാക്കിങ്ങും പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.